ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ഓഫീസ് മാജിക് കിച്ചൺ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കിഫായ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. കിഫായ കേക്ക് എന്ന് പറയുമ്പോൾ ഒരു പിസ്താഷ്യോ ഫ്ലേവേർഡ് ആയിട്ടുള്ള കേക്കാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ ആൻഡ് സ്ട്രോബെറി ഫില്ലിംഗ് ഒക്കെ വരുന്നുണ്ട്. നല്ല ടേസ്റ്റുള്ള കേക്കാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനലിൽ ഒരു 1K സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സന്തോഷം കൂടി നിങ്ങളായിട്ട് പങ്കുവെക്കുകയാണ്. അപ്പോൾ ചാനലിനെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദിയുണ്ട്. സബ്സ്ക്രൈബ് ചെയ്തും അല്ലാതെയൊക്കെ വീഡിയോസ് കണ്ടിട്ടുള്ള എല്ലാവർക്കും നന്ദി. അപ്പോൾ ഇനിയും ചാനൽ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ഒരു ബെല്ലൈക്കൺ എനേബിൾ ചെയ്തോളുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ടോൾ കേക്കാണ്, കുറച്ച് ഹൈറ്റുള്ള കേക്കാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ 2 കേക്കായിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. 7 ഇഞ്ചിൻ്റെ പാനിൽ ഓരോ കേക്കിനും 3 eggs വീതമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അത് 6 ലെയേഴ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു 2 kg വെയിറ്റ് വരുന്ന കേക്കാണ്. അപ്പോൾ ഞാൻ ഒരു കേക്കിൻ്റെ മെഷർമെൻറ്റ്സ് ആണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 3/4 കപ്പ് ഫ്ലോർ, 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ 2 പിഞ്ച് ഉപ്പ്, ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് അരിച്ചെടുക്കണം. ഒരു 2-3 പ്രാവശ്യം അരിച്ചെടുത്തതിന് ശേഷം നമുക്കൊരു ഭാഗത്ത് മാറ്റി വെക്കാം. അപ്പം നല്ല ക്ലീൻ ആൻഡ് ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് 3 eggs പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റർ ഉപയോഗിച്ച് അതിനെ നന്നായിട്ട് അടിച്ച് പതപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത് നല്ല ക്രീമി ആൻഡ് ഫ്ലഫി ആവുന്നത് വരെ ബീറ്റ് ചെയ്യണം. അപ്പോൾ ഒന്ന് പതിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പഞ്ചസാര, ഞാൻ 3/4 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് കുറച്ചായിട്ട് ആഡ് ചെയ്തിട്ടാണ് ഇതിനെ ബീറ്റ് ചെയ്തെടുക്കേണ്ടത്. ഇതിൻ്റെ ആ ഒരു മഞ്ഞ കളറൊക്കെ മാറി വൈറ്റ് കളർ ആവുന്നത് വരെ, ഈ ഒരു റിബൺ ലൈക്ക് കൺസിസ്റ്റൻസി എത്തുന്നത് വരെ ഈ എഗ്സിനെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മൾ കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടുക. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എത്തുമ്പോൾ ഞാൻ ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓയിൽ ചേർത്തതിന് ശേഷം ബീറ്റർ ഉപയോഗിച്ച് തന്നെ ആ ഓയിൽ നന്നായിട്ട് മിക്സ് ആവുന്ന രീതിയിൽ ബീറ്റർ ഉപയോഗിച്ച് തന്നെ ബീറ്റ് ചെയ്തെടുക്കണം. പക്ഷേ അത് ഓവർ ബീറ്റ് ആവാനും പാടില്ല. അപ്പോൾ ഒന്ന് കമ്പൈൻ ചെയ്യുന്ന രീതിയിൽ മിക്സ് ആവുന്ന രീതിയിൽ ബീറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് പിസ്താഷ്യോ എസൻസ് ആണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇതൊരു 1/2 ടീസ്പൂൺ ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമുക്ക് ഈ ഒരു ബോട്ടിലിൽ ഇങ്ങനെ വാങ്ങാൻ കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഒരു പിസ്താഷ്യോ എസൻസ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് പിസ്ത പൊടിച്ചതാണ്. ഇത് ഏകദേശം ഒരു 1/2 കപ്പിനടുത്ത് പിസ്ത പൊടിച്ചതുണ്ടാവും. ഇതുകൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ആവുന്ന രീതിയിൽ ബീറ്റർ ഉപയോഗിച്ച് തന്നെ കമ്പൈൻ ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസിനെ വെറ്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആയിട്ട് കമ്പൈൻ ചെയ്യണം. അപ്പോൾ ഈ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള എഗ്ഗിൻ്റെ മിക്സിലേക്ക് ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, നമ്മൾ നേരത്തെ അരിച്ചു മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്, അത് കുറച്ചായിട്ട് ഒരു 3 ബാച്ചായിട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ വാമായിട്ടുള്ള മിൽക്ക്, അതായത് ചെറിയ ചൂടുള്ള പാലാണ്, ഒരു 1/4 കപ്പ് പാല് കൂടി ചേർത്തതിന് ശേഷം ഈ ഫ്ലോറും മിൽക്കും ഓൾട്ടർനേറ്റ് ആയിട്ട് മാറി ആഡ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസിനെ ഈ ഒരു എഗ് മിക്സിലേക്ക് ഫോൾഡ് ചെയ്തിട്ടാണ് കമ്പൈൻ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ബാറ്ററി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിനെ ഒരു പാനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ ഞാനൊരു ഓൾറെഡി 7 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ടിന്ന് അത് ഗ്രീസൊക്കെ ചെയ്തിട്ട് ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് നമുക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ടാപ്പ് ചെയ്തിട്ട് എയർ ബബിൾസൊക്കെ കളയാം. അതിനുശേഷം ഒരു സ്ക്രൂവർ ഉപയോഗിച്ച് ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കേക്കിൻ്റെ ടോപ്പ് നല്ല ഫ്ലാറ്റായിട്ട് കിട്ടും. എന്നിട്ട് ഇതിനെ നമുക്ക് ഓൾറെഡി പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള ഒരു ഓവനിലേക്ക് വെച്ച് 180 ഡിഗ്രിയിൽ കറക്റ്റ് 40 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 40 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് കേക്ക് റെഡി ആയിട്ട് കിട്ടും. അങ്ങനെ ഈ രീതിയിൽ ഞാൻ 2 കേക്കും ചെയ്തെടുത്തിട്ടുണ്ട്. 2ഉം 7 ഇഞ്ചിൻ്റെ പാനിലാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ചൂടാറാൻ വെച്ചതിന് ശേഷം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ ഫ്രോസ്റ്റിംഗ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫ്രോസ്റ്റിങ്ങിന് ആവശ്യമായിട്ടുള്ള ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഫിയോണ ക്രീം ഒരു 2 കപ്പ് എടുത്തതിന് ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് അതിനെ ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബീറ്റ് ചെയ്യാൻ എടുക്കുന്ന ബ്ലേഡും അതേപോലെ ബൗളൊക്കെ നല്ല തണുപ്പുള്ളതായിരിക്കണം. ക്രീമും നല്ല ഒരു ലിക്വിഡ് കൺസിസ്റ്റൻസിയിലുള്ള ക്രീമാണ് വേണ്ടത്. അതേപോലെ തന്നെ നല്ല തണുത്ത ക്രീമും ആയിരിക്കണം. അപ്പോൾ ഇതിനെ ബീറ്റ് ചെയ്തിട്ട് ഇത് ബീറ്റായി വരുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ മധുരത്തിന് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു സ്റ്റിഫി കൺസിസ്റ്റൻസി എത്തുന്ന സമയത്ത് നമുക്ക് ക്രീം ബീറ്റ് ചെയ്ത് നിർത്താം. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് പൈനാപ്പിളിൻ്റെ സിറപ്പാണ്. ഇത് കേക്ക് സോക്ക് ചെയ്യാനുള്ളതാണ്.
പൈനാപ്പിൾ ഒരു ആവറേജ് സൈസുള്ള പൈനാപ്പിളിൻ്റെ ഒരു പകുതിയൊക്കെ എടുത്തിട്ട് നന്നായിട്ട് വെള്ളം ചേർക്കാതെ ജ്യൂസ് അടിച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് ഷുഗർ സിറപ്പ് ചേർത്ത് മിക്സാക്കി എടുത്തിട്ടുള്ളതാണിത്. നമ്മൾ കേക്ക് സോക്ക് ചെയ്യാൻ പോകുന്നത് ഈ ഒരു പൈനാപ്പിളിൻ്റെ സിറപ്പിലാണ്. പിന്നെ എടുത്തിട്ടുള്ളത് മാംഗോ പൾപ്പാണ്. ഒരു വലിയൊരു മാങ്ങ വെള്ളം ചേർക്കാതെ ഒന്ന് മിക്സിയിൽ പേസ്റ്റാക്കിയതിന് ശേഷം കുറച്ച് പഞ്ചസാര ചേർത്ത് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുള്ളതാണ്. പിന്നെ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് പിസ്ത പൊടിച്ചതാണ്. ഇതൊരു 1/4 കപ്പ് പിസ്ത പൊടിച്ചത് എടുത്തിട്ടുണ്ട്. പിന്നെ സ്ട്രോബെറി ക്രഷും എടുത്തിട്ടുണ്ട്. ഇനി ഒരു മാംഗോ പൾപ്പിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ചേർത്തതിന് ശേഷം ഞാനൊന്ന് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ സ്ട്രോബെറി ക്രഷിലേക്കും മിൽക്ക് മെയ്ഡ് ചേർത്ത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. അതേപോലെ തന്നെ പിസ്താഷ്യോസ് പൊടിച്ചതിലേക്കും മിൽക്ക് മെയ്ഡ് ചേർത്ത് നന്നായിട്ട് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്കതിനെ കുറച്ച് ക്രീമിലേക്ക് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഈ ഒരു പിസ്താഷ്യോസ് ചേർത്ത് ബീറ്റ് ചെയ്തിട്ടുള്ള ക്രീമാണ് നമ്മൾ കേക്കിൻ്റെ ലെയേഴ്സിൻ്റെ ഇടയിൽ ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കാൻ പോകുന്നത്. ഇനി തണുക്കാൻ വെച്ചിട്ടുള്ള കേക്കിന് പുറത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് 3 ലെയേഴ്സായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ടോട്ടൽ 6 ലെയേഴ്സായിട്ട് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു കേക്ക് ബോർഡ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തിട്ട് നമ്മൾ ക്രീമിനെ നന്നായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പൈനാപ്പിൾ സിറപ്പ് ഉണ്ടല്ലോ, ആ പൈനാപ്പിൾ സിറപ്പിൽ നന്നായിട്ട് സോക്ക് ചെയ്യണം. സോക്ക് ചെയ്തതിന് ശേഷം പിസ്താഷ്യോസ് ഒക്കെ ചേർത്തിട്ട് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്രീം ഒന്ന് എല്ലാ ഭാഗത്തും നന്നായിട്ട് സ്പ്രെഡാക്കി കൊടുത്തതിന് ശേഷം നേരത്തെ റെഡിയാക്കിയിട്ടുള്ള മാംഗോ ക്രീം കൂടി നന്നായിട്ട് ഈ വിപ്പിംഗ് ക്രീമിൻ്റെ മുകളിലായിട്ട് നന്നായിട്ട് സ്പ്രെഡാക്കി കൊടുക്കുക. അതിന് ശേഷം അതിലേക്ക് വൈറ്റ് ചോക്ലേറ്റിൻ്റെ ചിപ്സ് കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. നെക്സ്റ്റ് ലെയർ വെച്ചിട്ട് വീണ്ടും പൈനാപ്പിൾ സിറപ്പ് തന്നെ സോക്ക് ചെയ്തതിന് ശേഷം ക്രീം അപ്ലൈ ചെയ്യുക. ക്രീം അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഇനി വെച്ച് കൊടുക്കാൻ പോകുന്നത് അല്ലെങ്കിൽ സ്പ്രെഡ് ചെയ്യാൻ പോകുന്നത് സ്ട്രോബെറി ക്രീമാണ്. സ്ട്രോബെറി ക്രഷും അതേപോലെ മിൽക്ക് മെയ്ഡും മിക്സ് ആക്കിയിട്ടുള്ള ആ സ്ട്രോബെറി ക്രീം കൂടി എല്ലാ ഭാഗത്തേക്കും നന്നായിട്ടൊന്ന് സ്പ്രെഡാക്കി കൊടുത്തതിന് ശേഷം വൈറ്റ് ചോക്ലേറ്റിന് ചിപ്സ് കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് ഈ 2 ലെയറിലും ചെയ്തതുപോലെ തന്നെ ബാക്കി 4 ലെയേഴ്സിലും ഇതേ പ്രോസസ്സ് തന്നെ നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. അതായത് നമുക്ക് ഇതിൽ ചെയ്യുന്ന ഫില്ലിങ് നമ്മൾ മാറ്റി മാറ്റി കൊടുക്കുക. നെക്സ്റ്റ് ലെയർ ചെയ്യുമ്പോൾ മാംഗോ പൾപ്പ് കൊടുക്കുക. അതേപോലെ തന്നെ അതിൻ്റെ നെക്സ്റ്റ് ലെയർ ചെയ്യുന്ന സമയത്ത് സ്ട്രോബെറി ക്രീം കൊടുക്കുക. ഇങ്ങനെ മാറി മാറി ഫില്ലിങ് മാറ്റി കൊടുത്തതിന് ശേഷം പൈനാപ്പിൾ സിറപ്പിൽ സോക്ക് ചെയ്തിട്ട് ക്രീമൊക്കെ അപ്ലൈ ചെയ്തിട്ട് ഈ രീതിയിൽ മറ്റ് ലെയേഴ്സിനെയും ഇതേ രീതിയിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്ക് ഇതിനെ വീണ്ടും പാലറ്റ് നൈഫ് ഉപയോഗിച്ചിട്ടാണ് ഞാനിതിനെ ഫൈനലായിട്ട് ഇതിൻ്റെ ഐസിങ് റെഡിയാക്കി എടുക്കുന്നത്. ഈ രീതിയിൽ ടേൺ ടേബിൾ ഉപയോഗിച്ചിട്ടും പാലറ്റ് നൈഫ് ഉപയോഗിച്ചിട്ടും നമുക്ക് കേക്കിന് നല്ല ഷാർപ്പ് എഡ്ജ് കിട്ടുന്ന രീതിയിൽ തന്നെ നമുക്ക് ഇതിനെ ഫൈനലായിട്ടുള്ള ഐസിങ് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രേപ്പേഴ്സ് യൂസ് ചെയ്തിട്ടും ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഞാനിവിടെ
പാലറ്റ് നൈഫ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഈ രീതിയിൽ ഷാർപ്പ് എഡ്ജ് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ഈ കേക്കിന് ഐസിങ് ചെയ്തെടുക്കാൻ പോകുന്നത്. നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനെ വീണ്ടും ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിലേക്ക് ഗനാഷ് ഡെക്കറേഷൻ കൂടി ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ ഗനാഷ് റെഡിയാക്കാൻ വേണ്ടി വൈറ്റ് ചോക്ലേറ്റ് 1:1 റേഷ്യോയിൽ എടുത്തിട്ടുണ്ട്. 1 ക്രീമും ചോക്ലേറ്റും ഈക്വൽ എമൗണ്ടിൽ എടുത്തതിന് ശേഷം ഇതിനെ ഒന്ന് മൈക്രോവേവ് ചെയ്ത് മെൽറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഗ്രീൻ കളർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ക്രീം ഒന്ന് ചെറുതായിട്ട് ചൂടാറിയതിന് ശേഷം ഇതിനെ ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയതിന് ശേഷം ഇതിൻ്റെ അടിഭാഗത്ത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് നല്ല തണുത്ത കേക്കിൻ്റെ മുകളിലൂടെ സൈഡ്സിലൂടെ ഈ രീതിയിൽ ഒന്ന് ഡ്രിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ കേക്കിൻ്റെ മുകൾ ഭാഗത്തും ഗനാഷ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി കേക്കിനെ വീണ്ടും ഒന്ന് ഫ്രീസറിലോ അല്ലെങ്കിൽ ഫ്രിഡ്ജിന് താഴെ വെച്ചിട്ട് 1-2 മണിക്കൂർ ഒന്ന് നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷം ഇതിന് മുകളിൽ ഞാൻ കുറച്ച് ചോക്ലേറ്റിന് ഡെക്കറേഷൻസ് കൂടി ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് മെൽട്ടാക്കിയതിന് ശേഷം ചൂടോടുകൂടി തന്നെ ട്രാൻസ്ഫർ ഷീറ്റിലേക്ക് ഈ രീതിയിൽ ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം സ്പൂൺ ഉപയോഗിച്ചിട്ട് ഈ രീതിയിൽ ഡിസൈൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ഒന്നുകിൽ പുറത്ത് വെച്ചിട്ട് തന്നെ ഇത് സെറ്റായി കിട്ടും, അല്ലെങ്കിൽ നമുക്ക് വേഗത്തിൽ വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ടും ഇതിനെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് സിൽവർ കളേർഡ് ആയിട്ടുള്ള ബോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഗോൾഡ് ലസ്റ്റർ ഡസ്റ്റ് കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഈ ഒരു ചോക്ലേറ്റിൻ്റെ മുകളിൽ ഒന്ന് സെറ്റായതിന് ശേഷം ബ്രഷും ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതും കൂടി വെച്ചിട്ട് കേക്കിൻ്റെ സൈഡ്സ് നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. കേക്കിൻ്റെ മുകൾ ഭാഗത്തും ഞാൻ ഡാർക്ക് ചോക്ലേറ്റിൻ്റെ കുറച്ച് ഡെക്കറേഷൻസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പൈനാപ്പിളിൻ്റെ പീസസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡ്സിൽ ഈ രീതിയിൽ റിബണും കെട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കേക്ക് റെഡി ആയിട്ടുണ്ട്, കിഫായ കേക്ക്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. ഇതിൽ കുറേ ഫ്ലേവേഴ്സ് ഒരുമിച്ച് വരുന്ന കേക്ക് കൂടിയാണിത്. പിസ്താഷ്യോ ഫ്ലേവർ വരുന്നുണ്ട്, സ്ട്രോബെറി, മാംഗോ, പൈനാപ്പിൾ, അങ്ങനെ നല്ല റിച്ച് ആയിട്ടുള്ള കേക്കാണ്. ഒപ്പം നല്ല ടേസ്റ്റിയാണ്, മോയിസ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു കേക്ക് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഒപ്പം നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്.